അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മൾ ധാരാളം ആളുകൾ മൗത്തായി പോയി, അല്ലാഹു അവരുടെ ഖബറുടെ റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ പലവരും രോഗികളാണ്. അല്ലാഹുവേ, ആജിലായ കാമിലായ പരിപൂർണ്ണ ശിഫാ തന്ന് അനുഗ്രഹിക്കണം. ശിഫാ തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു 7 സൂറത്തിനെ പറ്റിയാണ്. നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ ഇടങ്ങേറുകൾ നീങ്ങാൻ, ബുദ്ധിമുട്ടുകൾ ബലാകൾ നീങ്ങാൻ, ബുദ്ധിമുട്ടും പ്രയാസം ഇല്ലാത്തവര് ആരുമില്ല. എല്ലാവരും പറയുന്നത് പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. നമ്മളെ കമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ നമ്മളെ മജ്ലിസ് 5:30 മജ്ലിസിന്റെ കമന്റ് ബോക്സിൽ നമ്മൾ സ്ഥിരമായി മജ്ലിസിൽ വായിക്കുന്നത്, കമന്റ് വായിക്കുന്നതിൽ അധികം ആളുകളും വലിയ വലിയ നീറുന്ന നോവുന്ന പ്രതിസന്ധികളാണ്. അത് മനസ്സിൽ മാത്രം ഒതുക്കിക്കൊണ്ട് മുഖത്ത് പുഞ്ചിരിക്കുന്ന ധാരാളം ആളുകൾ, ഉള്ളിലാണെങ്കിലോ നീറുന്ന നോവുന്ന ധാരാളം ഇടങ്ങേറുകളുടെ നൊമ്പരങ്ങളുടെ ബാണ്ടക്കെട്ടുകളുമായിട്ടാണ് അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അവർ വലിയ പ്രയാസത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെയുള്ള ധാരാളം ആളുകൾക്ക് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം പ്രയാസങ്ങൾ. അതിനെ പറ്റി 7 സൂറത്തുകൾ മുത്തുനബി പഠിപ്പിച്ചു തന്നത്. 7 സൂറത്തിനെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന ചെറിയ സൂറത്താണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, അതിനെ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തിലേക്ക് ഉടനെ തന്നെ കടക്കാം. എല്ലാവർക്കും വേഗം കേട്ട് അത് വേഗം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനാണ് എല്ലാവരും തയ്യാറായി നിൽക്കുന്നത്. അതിനെ വിശദീകരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. 7 സൂറത്തുകൾ മുത്തുനബി പറയാണ് ഈ സൂറത്തുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മുസീബത്ത് ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു ബലാ ഉണ്ടാവില്ല. കടങ്ങളിൽ നിന്ന് വലിയ മോചനം അല്ലാഹു നൽകും. എല്ലാത്തിനും നമ്മളെ ഈ ബുദ്ധിമുട്ടുകൾക്കും ഇടങ്ങേറുകൾക്കും എല്ലാത്തിനും പരിഹാരം എന്തിന്റെ മുഅ്മിനീങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അതിൻ്റെ മരുന്നുണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രം, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല, ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമാണ്. എല്ലാത്തിനും മുൻപ് പരിഹാരം പരിശുദ്ധ ഖുർആൻ തന്നെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ സൂറത്തുകൾ പരിചയപ്പെടുത്തി ഈ സൂറത്തുകൾ ഓതിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടവും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്തുകൾ? നിങ്ങളെ 7 സൂറത്തുകൾ ചെറിയ സൂറത്തുകളാണ്. ചെറിയ സൂറത്തുകൾ നമ്മളെപ്പോഴും പതിവാക്കുന്ന സൂറത്തുകളാണ്. ഇത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ മുഅ്മിനീങ്ങളെ? നമ്മുടെ പ്രയാസങ്ങൾ മാറണ്ടേ, നമ്മളെ ഇടങ്ങേറുകൾ മാറണ്ടേ, കടങ്ങൾ വീഴണ്ടേ? ഈ പ്രതിസന്ധികളും ഈ ഇടങ്ങേറുകളും മുസീബത്തുകളും ബലാകളും ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിക്കണ്ടേ, അഭിമാനത്തോടുകൂടി ജീവിക്കണ്ടേ? ഒരാളെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ, തല കുനിക്കേണ്ട അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ മുഅ്മിനീങ്ങളെ. എപ്പോഴുമുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും വേണ്ടി നമ്മൾ മജ്ലിസിൽ ദുആ ചെയ്യാറുണ്ട്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര്, നമ്മളെ മജ്ലിസിന്റെ മുഹബ്ബീങ്ങള്, ഈ മജ്ലിസ് എപ്പോഴിട്ടാലും അത് ആവേശത്തോടെ ഉൾക്കൊള്ളുന്ന ധാരാളം ആളുകൾ. അല്ലാഹുവേ, അവർക്ക് നീ വലിയ കാവൽ കൊടുക്കണം അല്ലാഹ്, വലിയ സംരക്ഷണം കൊടുക്കണം അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുകളുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച കൊടുക്കണം അല്ലാഹ്, വലിയ അഭിവൃദ്ധി നീ നൽകണം അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ഏതാണ് ആ സൂറത്ത്? ആ സൂറത്തുകൾ പറയുന്നതിന് മുമ്പ്
നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള അവസരം, ഇനി നേരിട്ട് കൺസൾട്ടിങ്ങുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ, ടെലിഫോണിൽ ബന്ധപ്പെടുന്നവർ. ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. തങ്ങളെ വലിയ ഇടങ്ങേറിലാണ്, വലിയ മുസീബത്തിലാണ്, വലിയ കടങ്ങളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, വലിയ തട്ടുമുട്ടലുകളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, മുടക്കങ്ങളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, വീട്ടിലും ഭൂമിയിലുമുള്ള പ്രശ്നങ്ങളിൽ വലിയ പ്രതിസന്ധിയിൽ ജീവിതം തള്ളി നിൽക്കുന്ന ധാരാളം ആളുകൾ, സിഹറിന്റെ കെണിവലകളിൽ പെട്ടുപോയ ധാരാളം ആളുകൾ, പൈശാചികമായ ശൈത്വാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ കുടുങ്ങിപ്പോയ ധാരാളം ആളുകൾ, അത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളാണ് നമ്മുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി നേരിട്ട് കൺസൾട്ടിംഗ് ഡേറ്റ് ഈ വരുന്ന ശനിയാഴ്ചയാണ്. നാളെ കൺസൾട്ടിംഗ് ഉണ്ട്. നാളെ വരുന്നവർ ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അത് കഴിഞ്ഞാൽ വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. ഇൻഷാ അല്ലാഹ് ഉടൻ നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, ചുരുക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മുത്തുനബി പറയാണ് ഒന്നാമത്തെ സൂറത്ത് മറ്റൊന്നുമല്ല മുത്തുമിനീങ്ങളെ, 108-ാമത്തെ അധ്യായം സൂറത്തുൽ കൗസർ. വെറും 3 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ കൗസറിന് ആരെങ്കിലും പാരായണം ചെയ്താൽ ശത്രുവിൽ നിന്ന് വലിയ സംരക്ഷണം അല്ലാഹു അവർക്ക് കൊടുക്കും. വലിയ ആപത്തുകളിൽ നിന്ന്, വലിയ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന 7 സൂറത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സൂറത്തുൽ കൗസർ വെറും 3 ആയത്തുകൾ മാത്രമുള്ള, ഓതുന്നവരാണ് എല്ലാവരും ദിവസവും ഓതുന്നവരാണ്. അല്ലേ ഉണ്ട്. നമ്മളെ മജ്‌ലിസ് കാണുന്ന ധാരാളം ആളുകൾ അത് പതിവാക്കുന്നതാണ്. സൂറത്തുൽ കൗസർ വേഗം പറഞ്ഞു പോവാണ്. ഒന്നാമതായിട്ടുള്ള നേട്ടം ശത്രുവിൽ നിന്ന് വലിയ കാവല്. നമുക്ക് ധാരാളം ശത്രുക്കളാണ്. ഒരു നിഴലിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലത്താണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത്. നമ്മളെ കുടുംബത്തിൽ തന്നെ ശത്രുക്കള്, നമ്മളെ ജ്യേഷ്ഠനനിയന്മാർ വരെ ശത്രുതയായി പുലരുന്നവര് ധാരാളം ആളുകൾ. അല്ലാഹു അതിൽ നിന്നൊക്കെ വലിയ കാവൽ കൊടുക്കണം. അല്ലാഹ് ഐക്യം കുടുംബത്തിൽ നിലനിർത്തണം. അല്ലാഹ് കുടുംബത്തിലെ ശത്രുക്കൾ, അയൽവാസികളിലെ ശത്രുക്കൾ, നാട്ടിലെ ശത്രുക്കൾ, കൂട്ടുകാരിലെ ശത്രുക്കൾ, അങ്ങനെ ശത്രുക്കളുടെ കെണിവലകളിൽ നിന്നും സംരക്ഷണം ഉണ്ടാവാൻ സൂറത്തുൽ കൗസർ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ശത്രുവിൽ നിന്ന് വലിയ കാവലുണ്ടാവും. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യണം. ശത്രുവിൽ നിന്നുള്ള കാവലുണ്ടാവാൻ, ശത്രുക്കൾ ഏത് നിലയിലും ഏത് തന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ട് നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചാലും അതിൽ പെടാതിരിക്കാൻ, അതിൽ നിന്ന് വലിയൊരു കാവലുണ്ടാവാൻ, അത് നമുക്ക് കേൾക്കാതിരിക്കാൻ സിഹർ ചെയ്തുകൊണ്ട് തളർത്തുന്നവര് അല്ലേ, ബിസിനസ് മേഖലയിലുള്ള ശത്രുത കൊണ്ട് സിഹർ ചെയ്ത് അവനെ അധം പതിപ്പിക്കുന്നവര്, ആ ബിസിനസ് മൊത്തം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളാണ് നമ്മുമായി സമീപിക്കുന്നവരിലുണ്ട്. തങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം റാഹത്തായി വരികയായിരുന്നു. പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത്. ഒരു നിമിഷം കൊണ്ടാണ് കൂപ്പുകുത്തിയത് എല്ലാം ഇല്ലാതെയായി. ഇത്തരം പ്രയാസങ്ങൾ ശത്രുക്കൾ ചെയ്തു വെച്ച ഇത്തരം പ്രയാസങ്ങൾ കാരണം വലിയതായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഓതിക്കോ. എപ്പോഴും ഓതേണ്ട സൂറത്തുൽ കൗസറിനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഈ മജ്‌ലിസ് നിങ്ങൾ ഉടനീളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഇതിലുണ്ട് മരുന്ന്. ഈ 7 സൂറത്തിൽ നിങ്ങൾക്ക് പറ്റിയ മരുന്നുണ്ട്. നിങ്ങളെ ഓരോ അസുഖം, നമുക്ക് തലവേദന വരും, പനി വരും, എല്ലാത്തിനും ഒരു മരുന്ന് നമ്മൾ കുടിക്കല് അല്ലല്ലോ. വയറുവേദന വന്ന പനിയുടെ മരുന്ന് കുടിച്ചാൽ വയറുവേദന മാറുമോ? ഇല്ല. പ്രഷർ ഉണ്ടെങ്കിൽ ഷുഗറിന്റെ ഗുളിക കുടിച്ചാൽ പ്രഷർ മാറുമോ? ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് പറ്റിയതിന് ഇതിൽ മരുന്നുണ്ട്. അത് നിങ്ങൾ തെരഞ്ഞെടുത്ത് അത് നിങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഓതാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. രണ്ടാമതായിട്ട് സൂറത്തുൽ കൗസർ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന രണ്ടാമതായിട്ടുള്ള നേട്ടം മുത്തുനബിയെ മനാമിൽ കാണാം, സ്വപ്നത്തിൽ കാണാം. ആലോചിച്ചു,
മുത്തുനബിയെ കാണാം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മുത്തുനബിയുടെ ആ പൂമേനി ഒന്ന് കാണാൻ, ശറഫാക്കപ്പെട്ട ആ പൂമേനി ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, കൊതിക്കുന്നവരാണ്. ഓദിക്കോ, സൂറത്തുൽ കൗസറിനെ പാരായണം ചെയ്തോ. മൂന്നാമതായിട്ടുള്ള നേട്ടം ഹൗദുൽ കൗസർ. അല്ലാഹു നമ്മളെ കുടിപ്പിക്കും. ആലോചിച്ചു, അതല്ലേ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. നാളെ ആഖിറത്തിലേക്കുള്ളത് ഹൗദുൽ കൗസർ നമ്മളെ കുടിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇതാണ് ഒന്നാമത്തെ സൂറത്ത്, സൂറത്തുൽ കൗസർ. രണ്ടാമതായിട്ടുള്ള സൂറത്ത്, രണ്ടാമതായിട്ടുള്ള മുത്തുനബി പറയാണ്, ഈ സൂറത്തുകൾ നിങ്ങൾക്ക് മതി, ജീവിതത്തിൽ മതി. രണ്ടാമതായിട്ടുള്ള സൂറത്ത്, സൂറത്തു ദുഹാൻ, 44-ാമത്തെ അധ്യായം, വെറും 59 ആയത്തുകൾ മാത്രമുള്ള സൂറത്തു ദുഹാൻ. അല്ലേ, സൂറത്തു ദുഹാൻ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടം, അവനക്ക് ലഭിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടം, പൈശാചികമായിട്ടുള്ള എല്ലാ വിപത്തുകളിൽ നിന്ന് വലിയ കാവലുണ്ടാകും. പിശാചിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അവന് വലിയ കാവലാണ്. മുഅ്മിനീങ്ങളെ, എല്ലാ പൈശാചിക മേഖലകൾ, കണ്ണേറ്, നാപ്പോര്, അങ്ങനെ എടുത്തു നോക്കിയാൽ സിഹർ, അങ്ങനെ എടുത്തു നോക്കിയാൽ സർപ്പദോഷം, പോക്കുവരവിന്റെ വരുത്തുപോക്കിന്റെ പ്രയാസങ്ങൾ, അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം പൈശാചികമായിട്ടുള്ള തടസ്സങ്ങൾ, അതിൽ നിന്നൊക്കെ വലിയ കാവലാണ് സൂറത്തു ദുഹാൻ. ദുഹാൻ ആരെങ്കിലും പതിവാക്കിയാൽ, ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ ഒരു പിശാചിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവില്ല. നിസ്കരിക്കാൻ തോന്നില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നില്ല, ഖുർആൻ എടുത്ത് ഓതാൻ തോന്നുന്നില്ല. എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോട്ടുവായുടെ ഉറക്കം വരികയാണ്. ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, തലവേദന, ഈ ചെന്നിയിലുണ്ടാകുന്ന തലയുടെ തലക്കുത്തല്, ഈ ചെന്നിക്കുത്തലുകൾ, ഏതൊക്കെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളാണ്. പിശാചിൽ നിന്ന് ഉപദ്രവം ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടാവും, ഈ ചെന്നികളിലുള്ള വേദനകൾ ഉണ്ടാവും, ഒരു കുത്തലുണ്ടാകും, അനുഭവപ്പെടും, ഉറക്കം അനുഭവപ്പെടും, ഒരു ക്ഷീണം അനുഭവപ്പെടും. കോട്ടുവായി ധാരാളമായിടും. മന്ത്രിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത് ധാരാളമായി കോട്ടുവായിടും. ഉറക്കമില്ലാത്ത സമയത്ത് നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷീണം വരും. ഈ ബിസിനസ് മേഖലയാണ് ഇത്തരം പ്രയാസങ്ങളിൽ. അവിടത്തേക്ക് പോകുമ്പോൾ ഒരു ക്ഷീണമായിരിക്കും, അവിടെ ഒരു ഉറക്കമായിരിക്കും. എല്ലാം കൊണ്ടും പ്രയാസപ്പെടുത്തുന്ന ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങൾ സൂറത്തു ദുഹാൻ ആരെങ്കിലും പാരായണം ചെയ്താൽ അവർക്ക് ഉണ്ടാവും. ഞാൻ വേഗം പറഞ്ഞു പോവാണ്. ആരെയും ബോറടിപ്പിക്കാത്ത രീതിയിൽ, ആരും നമ്മളെ മജ്‌ലിസ് കണ്ട് ബോറടിക്കരുത്, നീട്ടിക്കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. സൂറത്തു ദുഹാൻ. രണ്ടാമതായിട്ട് അവനക്ക് സൂറത്തു ദുഹാൻ ഓതിയാൽ അവനക്ക് കിട്ടുന്ന നേട്ടം, ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തു ദുഹാൻ ഓതിയാൽ അവനക്ക് 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. 70,000 മലക്കുകൾ അവനക്ക് പാപമോചനം തേടും. മൂന്നാമതായി സൂറത്തു ദുഹാൻ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനക്കൊരു സ്വർഗത്തിലൊരു വീട് ലഭിക്കും. സ്വർഗത്തിലൊരു വീട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണ് മുഅ്മിനീങ്ങളെ. അവിടെ ഒരു ഭവനം ഉണ്ടാവുക. ദുനിയാവിൽ നമുക്ക് വീട് വേണം, നാളെ സ്വർഗത്തിലൊരു വീട് നമുക്ക് വേണം. ദുനിയാവിൽ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, ഈ സൂറത്ത് ദുഹാന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും നാളെ സ്വർഗത്തിലും ഞങ്ങൾക്ക് നീ ഭവനം നൽകണേ അല്ലാഹ്, നീ ഭവനം നൽകണേ തമ്പുരാനെ. മൂന്നാമതായിട്ടുള്ള സൂറത്ത്, 7 സൂറത്തുകളിൽ മൂന്നാമതായിട്ടുള്ള സൂറത്ത്. 2 സൂറത്തുകൾ നമ്മൾ പറഞ്ഞു അല്ലേ? സൂറത്തുൽ കൗസർ പറഞ്ഞു, സൂറത്തു ദുഹാൻ പറഞ്ഞു. മൂന്നാമതായിട്ടുള്ള സൂറത്തിന് മുഅ്മിനീങ്ങളെ മറ്റൊരു സൂറത്തുമല്ല, സൂറത്തുൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഖൽബ് എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ യാസീൻ. അല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ ഖൽബാണ് സൂറത്തുൽ യാസീൻ. അല്ലേ? ഹൃദയമാണ് സൂറത്തുൽ യാസീൻ. ആ സൂറത്തുൽ യാസീന്റെ മഹത്വം ഞാൻ പറയണ്ടല്ലോ, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ സൂറത്ത് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ആവശ്യങ്ങൾ നിറവേറാൻ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനെ പോലുള്ള മറ്റൊരു സൂറത്തില്ല മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലില്ല.
ആവശ്യം നിറവേറാൻ. വലിയ മഹത്വമേറിയ സൂറത്താണ് സൂറത്തുൽ യാസീൻ. സൂറത്തുൽ യാസീൻ, ആ സൂറത്തുൽ യാസീൻ ആരെങ്കിലും ഓതിയാൽ നാളെ മഹ്ശറയിൽ എന്തുണ്ടാവില്ല, അവർക്ക് ദാഹം ഉണ്ടാവൂല. മഹ്ശറിനെ പറ്റിയൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിശദീകരിക്കണല്ലോ മുത്തുമിനിങ്ങളെ, വിശദീകരിക്കേണ്ട ജലത്തിന് വേണ്ടി നമ്മൾ കേഴുന്ന സമയമാണ് മഹ്ശറ. അവിടെ ദാഹം ഉണ്ടാവൂല. അള്ളാഹു അതിനുള്ള പാനീയം അള്ളാഹു നമ്മളെ കൊണ്ട് കുടിപ്പിക്കുന്നു. മുത്തുമിനിങ്ങളെ, സൂറത്തുൽ യാസീൻ ഓതിയാൽ കുറേ മഹത്വങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ സൂറത്ത് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. മൂന്നാമതായിട്ട് സൂറത്തുൽ യാസീൻ, അതൊക്കെ ഞാൻ പറയാത്ത നിങ്ങൾ ഓതുന്നതാണ്. ഇൻഷാ അല്ലാഹ് മഹത്വങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയെന്ന് മാത്രം. നാലാമതായിട്ട് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ അധ്യായം. സൂറത്തുൽ ഫാത്തിഹ സ്ഥിരമായി ഓതുന്നവരാണ് ഇൻഷാ അല്ലാഹ് മഹത്വൊന്നും പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ കോപം ഉണ്ടാവൂല. അതല്ല നമുക്ക് വേണ്ടത്, അതാണ് നമുക്ക് വേണ്ടത്. നമുക്കപ്പോ പ്രയാസം ഉണ്ടാവൂല, ബലാഹകൾ ഉണ്ടാവൂല, മുസീബത്ത് ഉണ്ടാവൂല, ഒരു ഇടങ്ങേറുണ്ടാവൂല. അള്ളാഹുവിന്റെ കോപം നമ്മളെ കൊള്ളുണ്ടാവൂല, നമ്മളെ മക്കളെ കൊണ്ടുണ്ടാവൂല, നമ്മളെ ഭർത്താക്കന്മാരെ കൊള്ളുണ്ടാവൂല, നമ്മളെ ബിസിനസിനെ കൊള്ളുണ്ടാവൂല. ജോലിയാണ് മക്കൾക്കും ഭർത്താവിന് ജോലിയാണെങ്കിൽ അതിനെ കൊള്ളുണ്ടാവൂല. അള്ളാഹുവിന്റെ കോപം ഉണ്ടാവൂല. മുത്തുമിനീങ്ങളെ, അള്ളാഹു കോപിക്കാതിരുന്നാൽ നമുക്ക് ജീവിതം വലിയ റാഹത്തിലാണ്, വലിയ ഹൈറിലാണ്, വലിയ അഭിവൃദ്ധി ഉണ്ടാകും, വലിയ ഉയർച്ച ഉണ്ടാകും. പോരെ മുത്തുമിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ എപ്പോഴും സൂറത്തുൽ ഫാത്തിഹ ഒരു 41 പ്രാവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 11 പ്രാവശ്യം ഓതാൻ പറ്റുമോ ഓത്, അല്ലെങ്കിൽ 101 പ്രാവശ്യം ഓതാൻ പറ്റുമോ ഓതിന്റെ മുത്തുമിനീങ്ങളെ ഓത്. വലിയ ഉയർച്ച, വലിയ അഭിവൃദ്ധി ഉണ്ടാകും ജീവിതത്തിൽ. അഞ്ചാമതായിട്ട് 109-ാമത്തെ അധ്യായം. ഏതാണ് അധ്യായം? സൂറത്തുൽ കാഫിറൂൻ. വെറും 6 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ കാഫിറൂൻ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനൊരിക്കലും ഈമാനില്ലാതെ മരിക്കൂല. ഈമാൻ സലാമത്താകാതെ അവൻ മരണപ്പെടുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആഖിറ വിജയിലിൽ അല്ലാഹു ഉൾപ്പെടുത്തും. മുഅ്മിനീങ്ങളെ, അവസാനം അല്ലാഹു നന്നാക്കി തരും. എപ്പോഴും ജനിക്കാൻ നല്ല രൂപത്തിൽ ജനിക്കാൻ നമുക്ക് സുഖാണ്. മുസ്ലിമായി ഒരു മുഅ്മിനായി ഒരു മുസ്ലിമായിട്ട് ജനിക്കാൻ സുഖാണ്. ഒരു മുസ്ലിമായിട്ട് ഒരു മുഅ്മിനായിട്ട് മരിക്കാനാണ് പണി, അല്ലേ? പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഈമാനില്ലാതെ ചത്തുപോകുന്ന അവസ്ഥയിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തൂല. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരും. അവസാനം അല്ലാഹു നന്നാക്കി തരും. എപ്പോഴും നമ്മളെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതും അത് തന്നെയാണ്, ആഖിബത്ത് നന്നാവാൻ. സൂറത്തുൽ കാഫിറൂൻ ആരെങ്കിലും പാരായണം ചെയ്താൽ അവന് ആഖിബത്ത് അല്ലാഹു നന്നാക്കി കൊടുക്കും. അവസാനം ഈമാനോടുകൂടിയുള്ള മരണം, നല്ല മരണം അല്ലാഹു നൽകും. ഈമാനോടുകൂടിയുള്ള നല്ല മരണം അല്ലാഹു നൽകും. അതാണ് നമ്മൾക്ക് ആഗ്രഹം. അല്ലാഹു മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണം അല്ലാഹ്, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. സൂറത്തുൽ കാഫിറൂൻ ആരെങ്കിലും പാരായണം ചെയ്താൽ 21 പ്രാവശ്യം, മഗ്‌രിബിന് ശേഷം 21 പ്രാവശ്യം, കേട്ടോ മഗ്‌രിബിന് ശേഷം 21 പ്രാവശ്യം, സുബ്ഹിക്ക് ശേഷം 21 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ മിന്നലിന്റെ വേഗത്തിൽ അല്ലാഹു നിറവേറ്റി തരും. ആവശ്യ പൂർത്തീകരണത്തിന് പറ്റിയ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ആരെങ്കിലും പാരായണം ചെയ്താൽ 21 പ്രാവശ്യം പാരായണം ചെയ്താൽ അവന്റെ ആവശ്യങ്ങൾ നടന്നു കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 7 സൂറത്തുകളിലെ ആറാമത്തെ സൂറത്ത് 114 അധ്യായങ്ങളിലെ 67-ാമത്തെ അധ്യായം, 30 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ മുൽക്ക്. എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. വെറും 30 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ മുൽക്കിന് ആരെങ്കിലും പാരായണം ചെയ്താൽ, ദിവസവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അതിന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ രക്ഷയാണ്.
പറയുകയാണ്, ആ ഇരുട്ടറയിൽ അവിടെ രക്ഷയാണ് മുഅ്മിനീങ്ങളെ. മേൽപോട്ട് നോക്കിയാൽ മൂടുകൽ, സൈഡിലേക്ക് നോക്കിയാൽ മണ്ണറയിൽ അവിടെ രക്ഷ വേണോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള ആദ്യ ഭവനമാണ് മുഅ്മിനീങ്ങളെ ഖബർ. അവിടെ രക്ഷയാണ് നമുക്ക് വേണ്ടത് മുഅ്മിനീങ്ങളെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പോലും ഖബർ കണ്ട് പൊട്ടിക്കരയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒപ്പമുള്ള അനുയായികൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഖബർ കണ്ടിട്ട് ഇത്രമാത്രം പൊട്ടിക്കരയാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ കൂട്ടുകാരുണ്ടാകും, നരകത്തിലാണെങ്കിലും അവിടെ ആളുകളുണ്ടാകും, പക്ഷേ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. അവിടെയാണ് രക്ഷ വേണ്ടത് മുഅ്മിനീങ്ങളെ. ആദ്യമായി നമ്മൾ കടക്കുന്നത് ഖബറിലാണ്. അവിടെ രക്ഷ വേണം. അല്ലാഹു രക്ഷ നൽകട്ടെ. അതുകൊണ്ട് സൂറത്തുൽ മുൽക്കിന്റെ പാരായണം മറന്നു പോകല്ലേ. അവസാനത്തത് ഏഴാമത്തെ സൂറത്ത് സൂറത്തുൽ വാഖിയ 96-ാം അധ്യായം. വെറും 56 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ വാഖിയ. ആരെങ്കിലും പാരായണം ചെയ്താൽ അവനക്ക് ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കൂല, കടങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ ബുദ്ധിമുട്ടിലാക്കൂല, സാമ്പത്തികമായി നെരുക്കം നിന്ന് അല്ലാഹു നമ്മളെ പരീക്ഷിക്കലെന്ന് മുഅ്മിനീങ്ങളെ. 7 സൂറത്തുകൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. അല്ലാഹു ഓതാൻ, ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ അല്ലാഹു നീ ഭാഗ്യം നൽകണേ. അല്ലാഹ് ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്തുകളാണ് 7 സൂറത്തുകൾ. നിങ്ങൾക്ക് അനുയോജ്യമായ സമയങ്ങളിൽ, ഒരാൾക്ക് മഗ്‌രിബിന് ശേഷമാണ് ഒഴിവ്, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമാണ് ഒഴിവ്, അല്ലെങ്കിൽ ഉച്ചക്ക്, ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് സുബഹിക്ക് ശേഷം വാഖിയ മുൽക്ക് ഞാൻ ഓതും, അല്ലെങ്കിൽ ഇനി ളുഹറിന് ശേഷം ഞാൻ സൂറത്തുൽ കൗസർ ഓതും, ഫാത്തിഹ ഓതും, യാസീൻ ഓതും. അങ്ങനെ ചെറിയ സൂറത്തുകളും ഒന്നോ രണ്ടോ വലിയ സൂറത്തുകൾ മാത്രമേ ഉള്ളൂ മുഅ്മിനീങ്ങളെ. വലുതെന്ന് പറയാനില്ല. 96-ഉം 56-ഉം 30-ഉം ആയത്തുകളുള്ള സൂറത്തുകൾ മാത്രമാണ് ഇതിൽ വലുതെന്ന് പറയാനുള്ളത്. അത്തരം ആയത്തുകൾ മാത്രമുള്ള സൂറത്തിനെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പഠിപ്പിച്ചതാണ്. വലിയ ബലാകളിൽ നിന്ന്, വലിയ മുസീബത്തുകളിൽ നിന്ന്, വലിയ ഇടങ്ങേറിൽ നിന്ന് സംരക്ഷണം നിങ്ങൾക്ക് വേണോ എന്റെ മുത്തുനബികളെ. ഈ സൂറത്തിനെ 7 സൂറത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കൂലേ? ഇന്നു മുതൽ നിങ്ങൾ പ്രാവർത്തികമാക്കൂലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:30 മജ്‌ലിസ് ആരും മറന്നു പോകരുത്. ധാരാളം ആളുകളാണ് മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവലുള്ള മജ്‌ലിസ്, അവരെ നിർദ്ദേശപ്രകാരമുള്ള മജ്‌ലിസ്. ധാരാളം ആളുകൾക്കാണ് ഈ മജ്‌ലിസ് കൊണ്ട് ഉത്തരം ലഭിച്ചത്. ഞാൻ തന്നെ പറയുമ്പോൾ നിങ്ങൾ പൊങ്ങച്ചം പറയാണ്. ഞാൻ എൻ്റെ പൊങ്ങച്ചെന്ന് പറയുന്നത് മജ്‌ലിസിന്റെ പൊങ്ങച്ചാണ്. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. കാരണം അത്രയും മഹത്തുള്ള മജ്‌ലിസാണ്. ദുആക്ക് വലിയ ഉത്തരം കിട്ടുന്ന, ഇജാബത്ത് ലഭിക്കുന്ന മജ്‌ലിസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.